ഹലോ എവ്രി വൺ. നമ്മളിന്ന് UGC നെറ്റിൻ്റെ പേപ്പർ 2 ഇംഗ്ലീഷിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെയിൻ സബ്ജക്റ്റ് ഇംഗ്ലീഷായിട്ട് എടുത്തിട്ടുള്ളവർക്കുള്ള ക്ലാസ്സസാണിത്. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ലിറ്റററി ടേംസ് ആൻഡ് ഡിവൈസസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിന് ചാപ്റ്റർ 56 ലിറ്റററി ഡിവൈസസ് ആൻഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അതാണ് ചാപ്റ്റർ 56 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലെസൺ 1 അലഗറിയാണ്. ആദ്യം തന്നെ ഞാൻ അലഗറിയുടെ ഒരു ഡെഫിനിഷൻ പറഞ്ഞുതരാം. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അലഗറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലിറ്റററി ഡിവൈസ്. അലഗറി ഈസ് എ ലിറ്റററി ഡിവൈസ് ഇൻ വിച്ച് എ സ്റ്റോറി, poem or image conveys a hidden meaning or message, often moral, philosophical or political, beneath its literal surface. Allegories use symbols, metaphors and allusions to convey this secondary meaning, inviting readers to interpret and uncover the underlying message. അലഗറി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലിറ്റററി ഡിവൈസ് എന്ന് നമുക്കറിയാം. അതെന്ന് പറയുന്നത് ഒരു സ്റ്റോറി, ഒരു കഥ, ഒരു കവിത അല്ലെങ്കിൽ ഒരു ഇമേജ്, ഇവനൊരു ഇമേജ് ആണെങ്കിൽ കൂടി അതിനൊരു സർഫസ് മീനിങ് അല്ലാതെ, ഒരു ലിറ്ററൽ സർഫസിലുള്ള ഒരു മീനിങ് അല്ലാതെ അതിനൊരു ഹിഡൻ മീനിങ് ഉണ്ടാവും. അതായത് അതിന് ചിലപ്പോൾ അതൊരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു മീനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ളതായിരിക്കാം, മോറൽ ആയിട്ടുള്ള ഒരു മീനിങ് ആയിരിക്കാം, മോറൽ തരുന്ന ഒരു ഇതായിരിക്കും, മീനിങ് ആയിരിക്കാം അതിനകത്തുള്ളത്. മേ ബി ഒരു സ്റ്റോറി ആയിരിക്കാം, പോയം ആയിരിക്കാം, ഇമേജ് ആയിരിക്കും. ഇതിലൊക്കെ അലഗറി ഉണ്ട്. ഇൻ വിച്ച് എ സ്റ്റോറി, പോയം ഓർ ഇമേജ് കൺവേസ് ഹിഡൻ മീനിങ്. നമ്മൾ ലിറ്ററലായിട്ട് ഒരു സർഫസ് മീനിങ് അല്ലാതെ അതിനൊരു ഇന്നർ മീനിങ്, അതാണ് ബേസിക്കലി അലഗറി എന്ന് പറയുന്നത്. ഒരു ഇന്നർ മീനിങ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി മീനിങ് തരുന്നു എന്നതാണ്. ഈ ഒരു സെക്കൻഡറി മീനിങ് തരാനായിട്ട് അത് സിമ്പിൾസും മെറ്റഫേഴ്സും അല്യൂഷൻസും ഒക്കെ ഉപയോഗിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻവൈറ്റിംഗ് റീഡേഴ്സ് ടു ഇൻറ്റർപ്രറ്റ് ആൻഡ് അൺകവർ ദ അണ്ടർലൈൻ മെസ്സേജ്. അത് റീഡേഴ്സിൻ്റെ ജോലിയാണെന്ന് ഇൻറ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമുക്ക് തന്നെ ഒത്തിരി ഇൻറ്റർപ്രിട്ടേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഒരു പോയം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോയറ്റ് ഉദ്ദേശിക്കുന്നതൊന്നും ആയിരിക്കത്തില്ല. അത് ഒരു ആൾക്കാരുടെ ഒരു ഇതിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കാരണം റീഡേഴ്സിന് ഇൻറ്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയുക, റീഡേഴ്സാണ് തീരുമാനിക്കുന്നത് എന്താണ് അതിൻ്റെ മീനിങ് കാര്യങ്ങൾ. ഒരു സർഫസ് മീനിങ് അല്ലാതെ പോയിറ്റ് തന്നെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഹിഡൻ മീനിങ് ഉണ്ടാവും. ഇപ്പോൾ ഒരു പിക്ചർ ആയിരിക്കാം, അതിലൊരു സന്ദേശം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഒരു മോറലായിരിക്കാം, ചിലപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം. നമുക്കറിയാം ചില കാർട്ടൂൺസൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ എന്താ പറയുക, ഫിലോസഫിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അത് പറയും. അലഗറീസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോറി, പോയം, ഇമേജിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതൊരു ലിറ്റററി ഡിവൈസാണ് ഇൻ വിച്ച് എ സ്റ്റോറി, പോയം ഓർ ഇമേജ് കൺവേസ് എ ഹിഡൻ മീനിങ്. ഹിഡൻ ആയിട്ടുള്ള ഒരു മീനിങ് അലഗറിയിൽ ഉണ്ടാവും. ഇനി അലഗറിക്ക് ഒരു കുറച്ച് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ മീനിങ്. അതായത് ഒരു മീനിങ് മാത്രമായിരിക്കത്തില്ല, മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ടാവും. 2 മീനിങ്സ് ഒക്കെ ഉണ്ട്. അലഗറീസ് ഹാവ് ബോത്ത് എ ലിറ്ററൽ ആൻഡ് സിംബോളിക് മീനിങ്. ലിറ്ററൽ ആയിട്ടുള്ള മീനിങ്ങും ഉണ്ടാവും, സിംബോളിക് ആയിട്ടുള്ള മീനിങ്ങും അലഗറിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഒബ്ജക്ട്സ്, ക്യാരക്ടേഴ്സ് ഓർ ഇവൻറ്റ്സ് റെപ്രസെൻറ്റ് അബ്സ്ട്രാക്ട് ഐഡിയാസ് ഓർ കോൺസെപ്റ്റ്സ്. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ടാവും. ഒബ്ജക്ട്സ്, ക്യാരക്ടേഴ്സ് ഓർ ഇവൻറ്റ്സ് റെപ്രസെൻറ്റ് അബ്സ്ട്രാക്ട് ഐഡിയാസ് ഓർ
കോൺസെപ്റ്റ്സ്. പിന്നെ ഒരു ഹിഡൻ ആയിട്ടുള്ള മെസ്സേജ് ഉണ്ടാവും, ഒരു ഹിഡൻ മെസ്സേജ് ഉണ്ടാവും. ഈ അണ്ടർലൈൻ മീനിങ്സ് ഈസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ്, റിക്വയറിങ് ഇൻ്റർപ്രിട്ടേഷൻ. ഈ അണ്ടർലൈൻ മീനിങ് എന്ന് പറയുന്ന ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല, അതിന് ഇൻ്റർപ്രിട്ടേഷൻ വേണം. അതാണ് ഈ ഹിഡൻ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മോറൽ ഓർ ഫിലോസഫിക്കൽ തീം. Allegories often convey a message about human nature, morality or society. ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചും അതിൻ്റെ മൊറാലിറ്റീനെ കുറിച്ചിട്ടും ഒക്കെ സൊസൈറ്റീനെ കുറിച്ചിട്ടും ഒക്കെ മെസ്സേജസ് കൺവേ ചെയ്യാറുണ്ട് അലിഗറീസ്. ഇതിൽ മോറൽ അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ തീം ഉണ്ടാവും. അലിഗറീസ് ഓഫൺ കൺവേ എ മെസ്സേജ് അബൌട്ട് ഹ്യൂമൻ നേച്ചർ, മൊറാലിറ്റി ഓർ സൊസൈറ്റി. അപ്പോൾ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അലിഗറിക്കുള്ളത് നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്ത് പോവാം. ഡുവൽ മീനിങ് ഉണ്ട്, സിംബലിസം ഉണ്ട്, ഹിഡൻ മെസ്സേജ് ഉണ്ട്, മോറൽ ഓർ ഫിലോസഫിക്കൽ തീം. ദീസ് ആർ ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അലിഗറി. അണ്ടർസ്റ്റുഡ്? ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ജോൺ ബേനിയൻ്റെ ദ പിൽഗ്രിംസ് പ്രോഗ്രസ് നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള കേട്ടിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവുന്ന ഒരാണ് പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന വർക്ക്. എ ജേർണി റെപ്രസെൻറ്റിംഗ് ദ ക്രിസ്ത്യൻ പാത്ത് ടു സാൽവേഷൻ. സാൽവേഷനിലൊക്കെ ഉള്ള ഒരു ക്രിസ്ത്യാനികളുടെ ഒരു പാത്ത് ആണ് ഈ അതിൻ്റെ ഉള്ള ഒരു ജേർണിയാണ് ഈ ജോൺ ബേനിയൻസ് പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് അലിഗറീസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഹിഡൻ മെസ്സേജസും ഹിഡൻ മീനിങ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ജോർജ് ഓർവെലിൻ്റെ ആനിമൽ ഫാം. നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചു കാണാൻ സാധ്യതയുണ്ട് ആനിമൽ ഫാമിനെ കുറിച്ചിട്ട്. ആനിമൽ ഫാം എന്ന് പറയുന്ന ഒരു ബുക്കായിട്ടുണ്ടല്ലോ, അതൊരു ഫേബിളാണ്. എ ഫേബിൾ ക്രിറ്റിക്കിംഗ് ടോട്ടാലിറ്റേറിയനിസം ആൻഡ് ദ റഷ്യൻ റവല്യൂഷൻ. ടോട്ടാലിറ്റേറിയൻസിനെ കുറിച്ചും റഷ്യൻ റവല്യൂഷനെ കുറിച്ചിട്ടുമാണ് ജോർജ് ഓർവെലിൻ്റെ ആനിമൽ ഫാം. പിന്നെ എഡ്മണ്ട് സ്പെൻസറിൻ്റെ ദ ഫെയറി ക്വീൻ. ഫെയറി ക്വീനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഒരു എപ്പിക് പോയമാണ്. മോറൽ വേർച്യൂസിനെ കുറിച്ചും ക്രിസ്ത്യൻ വാല്യൂസിനെ കുറിച്ചുമൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അതിനകത്ത്. പിന്നെ അലിഗറി ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് ഈവൻ മ്യൂസിക് ടു. Convey complex ideas in a more engaging and subtle way, avoid censorship by disguising controversial messages, encourage interpretation, inviting readers to engage with the text. That's all about allegory.